അസ്സലാമു അലൈക്കും. നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മളെ മഴയൊക്കെ പോയോടുകൂടി നമ്മൾ 10 മണിയും ഏതാണ്ട് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരുപാട് കളേഴ്സൊക്കെ പോയിട്ടോ. എങ്ങനെ വെച്ചിട്ടും ചില പ്ലാന്റുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വിരിയുമ്പോഴേ അറിയുള്ളൂ കേട്ടോ എത്രത്തോളം കളർ നമ്മളെ കയ്യിലുണ്ട് എന്നൊക്കെ. അപ്പോൾ കുറച്ച് കട്ടിങ്സൊക്കെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചത് അതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോണ കാലങ്ങളിലേക്ക് ഇതിൻ്റെയും 10 മണിയുടെയും 10 മണിയുടെ ഒക്കെ കാലങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ ഒന്ന് എല്ലാം പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ആരോഗ്യമൊന്നും ഇല്ല, എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്കതൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പോട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഗേറ്റുമ്മലൊക്കെ തൂക്കിയിടണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ വീട്ടിൽ നിലത്തൊന്നും ഇവിടെ വെക്കാൻ ഒരു മാർഗ്ഗമില്ല കേട്ടോ, നിറച്ച് കോഴികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചട്ടികളൊക്കെ ആകുമ്പോഴേ രക്ഷമുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ പോട്ടി മിക്സാണ് ഇവിടെ ഹൈലൈറ്റ് ആട്ടോ. എൻ്റെ കയ്യിലുള്ള എല്ലാ വളങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വളം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കണം. ആട്ടിൻകാഷ്ടവും കരിയൽ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, അതുപോലെ കിച്ചൺ വേസ്റ്റ്, മണ്ണെല്ലാം ചേർത്തിട്ടുണ്ടാക്കണം. നല്ല വളമാണ് കേട്ടോ. നല്ല എന്താ പറയുക, പച്ചക്കറിക്കൊക്കെ പൂവിടാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ മണലെടുത്തിട്ടുണ്ട്, വേപ്പും പിണ്ണാക്കും, അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കും പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ചാണകപ്പൊടിയാണ്, കുറച്ചുണ്ടായുള്ളൂ, ഉള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട്, ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെയാണുള്ള വളങ്ങൾ, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ 10 മണിക്ക് ഇത്രയും അധികം വളങ്ങൾ ചേർത്തിട്ട് 10 മണി നടാൻ പോണത്. എന്തായി തീരുന്ന ഒരു ഐഡിയ ഇല്ല. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നന്നായി കിട്ടുമോ അല്ലെങ്കിൽ അഴുകിപ്പോകുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത പാത്രം ഇതിൽ ചെറുതായത് അതുകൊണ്ട് എല്ലാം കൂടി ഇടുമ്പോൾ എന്തായാലും ഇത് പ്രശ്നമാകും. അപ്പോൾ ഞാനിതൊന്ന് എന്തായാലും വളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എന്നിട്ട് നിലത്ത് തന്നെ ഇട്ടിട്ട് ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. അത് പിടിച്ച് കിട്ടിയോ അല്ലെങ്കിൽ പോയോ എന്താണെന്നൊക്കെ സത്യസന്ധമായിട്ട് തന്നെ പറയാം. കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് പലരും ഇതുപോലൊക്കെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ ഞാനിത് എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് കാണിക്കാം കേട്ടോ, എന്തായി തീരുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ഇത്രയും ഇവിടെ മണ്ണിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇട്ട് കൊടുക്കണത് ഒരുപാട് കുത്തി നിറച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട. എന്തായാലും ഇതിന് പടുത്തൊന്നും ഈ 10 മണിക്ക് ഒരു വളം ഇട്ട് കൊടുക്കണ്ട. അത്രയധികം വളങ്ങൾ ഈ മണ്ണിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എങ്ങനെ പോയാലും ഒരു 3-4 മാസം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇനി ഇതിൽക്കൊക്കെ വളങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് കുത്തി നിറച്ചിടൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നനച്ച് കൊടുത്ത് നമ്മൾ എല്ലുപൊടിയൊക്കെ ഉള്ളതാണ്, മണ്ണിനൊരു ചെറിയ ചൂടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 10 മണിയുടെ ചെറിയ കട്ടിങ്സുകളൊക്കെ ഇതേപോലെ ഒരു വിരൽ വെച്ച് ഹോളാക്കിയിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇത് എന്താ പറയുക, എല്ലാതും 4 പൊട്ടുണ്ട്. അപ്പോൾ 4 പൊട്ടിയിൽ ഞാനൊന്ന് കുത്തി വെച്ച് വരട്ടെ കേട്ടോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അപ്പോൾ അതാ ഞാനെല്ലാതും 4 പോട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 4 ദിവസം ഞാനിതൊന്ന് ഷെയ്ഡിൽ വെക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക്, ഭയങ്കര വെയിലല്ല, ഒരു ചെറുതായിട്ട് ഒരു പകുതി വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എവിടെ വെക്കണം, നല്ല വെയിലുള്ള ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കുട്ടൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ